അതായത് 2025 പൂയം ആയില്യ നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിൽ വളരെ ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് ജനുവരി മാസത്തിലും അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തിലും ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും വലിയൊരു കുഴപ്പമില്ലാത്ത സ്റ്റാർട്ടിങ് തന്നെയായിരിക്കും ജനുവരിയുടെ ആദ്യം തൊട്ട് ഉണ്ടാകുന്നത്. ജനുവരിയുടെ വർഷപ്പിറപ്പിൽ തന്നെ, ജനുവരി മാസത്തിൽ തന്നെ വളരെ ഉചിതപരമായിട്ടുള്ള നേട്ടങ്ങളും പ്രോത്സാഹനങ്ങളും സമ്മാനങ്ങളും അർഹമായിട്ടുള്ള തൊഴിൽ അവസരങ്ങളും തൊഴിൽ നേട്ടങ്ങളും ബിസിനസ്സുമായിട്ടുള്ള ബന്ധങ്ങളും ബിസിനസ് പുനരുദ്ധീകരിക്കുവാനും അതുപോലെ തന്നെ ബിസിനസ് തുടങ്ങി വയ്ക്കുവാനുള്ള സംരംഭങ്ങൾക്കെല്ലാം നേട്ടം കുറിക്കുന്നതാണ്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കുറച്ചൊരു മന്ദത വരികയാണെങ്കിലും അതിനുശേഷം വരുന്ന കാലം വളരെ ഉചിതകരമായിട്ടുള്ള ഒരു സമയമായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പ്രണയ സാഫല്യങ്ങളെല്ലാം അത് പൂർത്തീകരിക്കുവാനും അല്ലെങ്കിൽ വിവാഹാദി മംഗളകർമ്മങ്ങളെല്ലാം നടക്കുവാനും ഉള്ള അവസരങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ ഉണ്ട്. വിദേശത്തേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് അവസരങ്ങൾ ഇഷ്ടംപോലെ വരികയും പല തടസ്സങ്ങൾ മൂലം അത് നിന്നു പോവുകയും പിന്നീട് അത് വീണ്ടും അതിലോട്ട് പോവുകയും ചെയ്യുന്ന ഒരു വർഷമായിരിക്കും ഈ വർഷം. ഈ വർഷത്തിൻ്റെ ഏകദേശം മധ്യഘട്ടത്തിൻ്റെ ഉള്ളിൽ തന്നെ വിദേശ ജോലി തരപ്പെടുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. വിദേശ ജോലിയും അതുപോലെ തന്നെ വിദേശ യാത്രയും തരപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. പുണ്യക്ഷേത്രങ്ങൾ ഈ 2025 സന്ദർശിക്കുവാനുള്ള യോഗങ്ങളും മനസ്സിന് സമാധാനങ്ങളും കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് ഐശ്വര്യ അഭിവൃദ്ധിയും വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. ഭാഗ്യ കടാക്ഷം വന്നു ചേരുന്നതാണ്. ദേഹസംബന്ധമായിട്ടുള്ള അരിഷ്ടതകളെല്ലാം മാറിപ്പോകാനുള്ള സാധ്യതകൾ കൂടുതൽ കാണുന്നുണ്ട്. അതായത് വർഷത്തിൻ്റെ മധ്യത്തിന് ശേഷം ആരോഗ്യപുഷ്ടി, ആരോഗ്യത്തിന് സുഖകരമായിട്ടുള്ള അവസ്ഥ, രോഗത്തിൽ നിന്നും മോചിതം അങ്ങനെയുള്ളതും ചില രോഗങ്ങൾ നിർണ്ണയിക്കുവാൻ സാധിക്കാത്ത ഘട്ടങ്ങളിൽ അത് നിർണ്ണയിക്കുവാൻ പറ്റുകയും ഗുരുതരമായിട്ടുള്ള രോഗങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്കെല്ലാം ആശ്വാസകരമായിട്ടുള്ള ചികിത്സാ രീതികളും മറ്റുള്ളതും ലഭിക്കുന്നതാണ്. അലോപ്പതി മേഖലയിലാണെങ്കിലും ആയുർവേദ മേഖലയിലാണെങ്കിലും ഹോമിയോപ്പതി മേഖലയിലാണെങ്കിലും മെഡിസിൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഇവർക്ക് അനുകൂലപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ധനധാന്യ വർധനവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഭൂമി വാങ്ങിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഭൂമി വാങ്ങിച്ച് ഭവനം കയറ്റുവാൻ സാധിക്കുന്നവർക്കും അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് വലിയ വാങ്ങിക്കാനുള്ള ഏർപ്പാടുകൾ അല്ലെങ്കിൽ ആലോചനയിൽ ലഭിക്കുന്നവർക്കെല്ലാം അത് സാധ്യമായി വരുവാനുള്ള സാധ്യതയും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ വാഹനങ്ങൾ ഭവനത്തിൽ വന്നു ചേരുവാനും പുതിയ ഭവനത്തിന് തുടക്കം കുറിക്കുവാനും പുതിയ ബന്ധു സമൂഹമായി കൂട്ടുപിടിക്കുവാനും സഹോദരങ്ങളുടെ ആത്മാർത്ഥം ബോധവും അതുപോലെ തന്നെ കിട്ടാനുള്ള അർഹതപ്പെട്ട ചില ഓഹരികൾ കിട്ടുകയും അതുപോലെ തന്നെ കുടുംബസ്വത്ത് വഴക്കുകളിൽ നിന്നും മോചിതപ്പെട്ട് അത് വന്നു ചേരുവാനുള്ള സാധ്യതയും അതുപോലെ തന്നെ കുടുംബം സ്വത്ത് പങ്കുവെക്കുന്നതിൽ അല്ലെങ്കിൽ വീതം വയ്ക്കുന്നതിൽ അല്ലെങ്കിൽ ഷെയർ കിട്ടാനുള്ള സാധ്യതയും ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്ന് അല്ലെ ഭാര്യ വഴിക്കുന്ന ഷെയറുകൾ വന്നു ചേരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സന്താനങ്ങൾക്ക് വിവാഹ തടസ്സങ്ങളെല്ലാം മാറി വിവാഹം വന്നു ചേരുവാനും ഭവനത്തിൽ മംഗളകർമ്മങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും ഈ വർഷത്തിൽ ഇവർക്ക് കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. അതുപോലെ ഗവൺമെൻറ് തലത്തിൽ ജോലിയെടുക്കുന്നവർക്ക് ഏകദേശം മധ്യഘട്ടത്തിൽ തന്നെ ജോലി ഉയർച്ച ആഗ്രഹിക്കുന്നവർക്കെല്ലാം അത് കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഗവൺമെൻറ് ജോലിക്ക് അർഹതപ്പെട്ടിട്ടുള്ളവർക്കെല്ലാം അത് കിട്ടുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുപോലെ 2025 മെഡിക്കൽ സീറ്റിനായി എഴുതുന്നവർക്കും അതുപോലെ തന്നെ സിവിൽ സംബന്ധമായിട്ടുള്ള എഴുത്തുകുത്ത് പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കാനുള്ള സാധ്യതകളെല്ലാം ഇവർക്ക് സാധിക്കുന്നതാണ്. സേനാധിപത്യം വഹിക്കുന്ന പോലീസുകാരായാലും നാവികസേന വ്യോമസേന എന്നിവ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും ഗുണമേന്മയുണ്ടാകാനുള്ള സാധ്യതയും അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ജോലിയിൽ എത്തിപ്പെടുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അവർ നല്ല ഒയറ്റം
കയറ്റം കാണുന്നുണ്ട്, ഉയർച്ചയും കാണുന്നുണ്ട്, ബഹുമാനങ്ങളും കാണുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അവരവർ അർഹിക്കുന്ന പദവികൾ വന്നു ചേരുവാനും അവരവർ ആഗ്രഹിക്കുന്ന ലെവലിൽ വന്ന് എത്തിച്ചേരുവാനും അതുപോലെ തന്നെ പല കടമ്പകളും താണ്ടി വന്നു ചേരുവാനും അതിൽ വിജയിച്ചു വരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഈ 2025 വളരെ ഉചിതകരമായിട്ടുള്ളൊരു വർഷം തന്നെയായിട്ടും കാണുന്നത്. ഉയർച്ചകളും മറ്റുള്ള കാര്യങ്ങളും വന്നു ചേരുവാനും വിജയസാധ്യതകളെല്ലാം നേരുവാനും അവസരങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള വർക്ക്, സിവിൽ മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള വർക്കുകൾ, എഞ്ചിനീയർ സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവർക്കെല്ലാം പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ച് വിപുലീകരിക്കുന്ന ഘട്ടത്തിലുള്ള ഉയർന്ന പദവിയിലേക്കുള്ള യാത്രകൾ മൂലം അവർ കാര്യസാധ്യത വന്നത് വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട്. വാഹന സംബന്ധമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്, അതായത് 2 വീലർ തൊട്ട് വലിയ വാഹനങ്ങൾ വരെയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും അതിൽ വർക്ക് ചെയ്യുന്നവർക്കും ഉയർച്ചകളാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതിൽ വിജയസാധ്യത കരസ്ഥമാക്കാനുള്ള സാധ്യതകൾ ഉണ്ട് താനും. അതുപോലെ ഏകദേശം 35 വയസ്സിന് ശേഷം 35 വയസ്സ് കഴിഞ്ഞിരിക്കുന്ന യുവാക്കൾക്കെല്ലാം വിവാഹ സംബന്ധമായിട്ടുള്ള അപൂർവമായിട്ടുള്ളൊരു നേട്ടം ഈ 2025 കൈവരിക്കാനുള്ള സാധ്യത ഉണ്ട് താനും. ചില തടസ്സങ്ങളും മറ്റുള്ള കാണുന്നുണ്ടെങ്കിൽ അതിനെ ജാതകം ഒന്ന് പരിശോധിച്ച് ജാതകം ഒന്ന് വിശകലനം ചെയ്ത് അത് ചെറിയ ദോഷങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ ഈ അനുഭവങ്ങളെല്ലാം ഞാൻ പറഞ്ഞിരിക്കുന്ന അനുഭവങ്ങളെല്ലാം അനുഭവത്തിൽ ഒന്ന് ചെയ്യുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ 2025 പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ളൊരു വർഷം തന്നെയാണ്. നമസ്കാരം.